അരളിപ്പൂവ് നിരോധിച്ച് മലബാർ ദേവസ്വം ബോർഡ് ഉത്തരവ് ഇന്നിറങ്ങും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നടപടിക്ക് തൊട്ടുപിറകെയാണ് അരളിക്ക് മലബാർ ദേവസ്വം ബോർഡ് നിരോധനം ഏർപ്പെടുത്തുന്നത്. ക്ഷേത്രങ്ങളിൽ നിന്ന് അരളിപ്പൂവ് ഭക്തരുടെ കൈകളിൽ എത്താതിരിക്കാനാണ് നടപടിയെന്ന് ദേവസ്വം പ്രസിഡന്റ് എം.ആർ. മുരളി പറഞ്ഞു. അനീഷ് തുടരുന്നുണ്ട്. അനീഷ്, എന്തായാലും അരളിപ്പൂവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുകയാണ്. ഈ പൂജയ്ക്കെടുക്കില്ല എന്നുള്ള ഒരു തരത്തിലാണ് ആദ്യം തീരുമാനമായി എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ വന്നത് എങ്കിൽ പോലും ഈ പ്രസാദമായി ഭക്തരുടെ കയ്യിലേക്ക് ഇത് എത്തുന്നത് തടയുക, അതാണ് പ്രാമുഖ്യമായും ലക്ഷ്യം വെക്കുന്നത്, അല്ലേ? പക്ഷെ പൂജയ്ക്ക് വേണമെങ്കിൽ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കാം, പക്ഷെ പ്രസാദങ്ങളിൽ ഇത് ഇട്ട് ഭക്തർക്ക് നൽകാതിരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്, അല്ലേ? തീർച്ചയായും. കാരണം അരളിപ്പൂവിനെ കുറിച്ചുള്ള ഗുരുതരമായ ചർച്ചകൾ അല്ലെങ്കിൽ ഗൗരവമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന വിലയിരുത്തൽ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തു വന്നുകൊണ്ടിരുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തു. ഇതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡും ഇത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം.ആർ. മുരളി ഇക്കാര്യം അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. പൂജയ്ക്കെടുക്കുന്നതിൽ കാര്യമായ തടസ്സമില്ല. കാരണം ഈ പൂജാരികൾ അല്ലെങ്കിൽ അത്തരം ശാന്തിമാർ ഈ പുഷ്പങ്ങൾ ശ്രീകോവിലിൽ അർപ്പിക്കുന്നു, അല്ലെങ്കിൽ ദേവനിൽ അർപ്പിക്കുമ്പോൾ, ദേവിയിൽ അർപ്പിക്കുമ്പോൾ അത് നേരിട്ട് ആളുകളുമായി ഇടപഴകുന്നില്ല. കൈകൊണ്ട് എടുത്താൽ മാത്രം ഈ അരളിപ്പൂ അപകടകരമായി മാറുന്നില്ല എന്നാണ് വിലയിരുത്തലുണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ നിവേദ്യത്തിലും പ്രസാദത്തിലുമൊക്കെ ഈ അരളിപ്പൂ ഉപയോഗിക്കുമ്പോൾ അത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ആളുകളുമായി നേരിട്ട് ഇടപഴകുന്ന, അല്ലെങ്കിൽ ഈ നിവേദ്യം കഴിക്കുക, അല്ലെങ്കിൽ പ്രസാദത്തിൻ്റെ ഒരു ഭാഗം കഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ അരളിപ്പൂവിൻ്റെ വിഷാംശം ഒരുപക്ഷെ ശരീരത്തിനുള്ളിലേക്ക് കടന്നു പോകുന്നതിനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. നമുക്കറിയാം, ഈ പ്രസാദം നിവേദ്യമൊക്കെ നൽകിയ ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് പലപ്പോഴും ഇത്തരം പൂക്കളിട്ടാണ് പ്രസാദം ഭക്തർക്ക് നൽകുകയും ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരം നടപടിക്രമങ്ങൾ ഇനി ഉണ്ടാവില്ല. പൂജയ്ക്കെടുക്കുന്നതിൽ തടസ്സമില്ല എന്നാണ് ബോർഡ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് കാണിച്ചുള്ള വിശദമായ സർക്കുലർ ഇന്ന് തന്നെ ഇറങ്ങും എന്നാണ് മലബാർ ദേവസ്വം ബോർഡും അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഉള്ള ദിവസങ്ങളിൽ അരളിപ്പൂവ് പൂജയ്ക്കായി മാത്രം ഉപയോഗിക്കും. നിവേദ്യത്തിലും പ്രസാദത്തിലും അരളിപ്പൂ ഉപയോഗിക്കുന്ന നടപടിക്രമം ഇല്ലാതാവും. എന്തായാലും ആലപ്പുഴ ഹരിപ്പാട് സ്വദേശിനിയായ യുവതിയുടെ മരണത്തെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഗൗരവമുള്ള ചർച്ചകൾ സമൂഹത്തിലുണ്ടായത്. ആ യുവതിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അരളിപ്പൂവിൽ നിന്നുള്ള വിഷം ഉള്ളിൽ ചെന്നാണ് മരണം എന്ന് കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് ഒരു പശുക്കിടാവും ഇത്തരത്തിൽ അരളി പൂവ് കഴിച്ചതിനെ തുടർന്ന്, അല്ലെങ്കിൽ പെട്ടെന്ന് കിടാവ് മരിക്കുകയും പിന്നീട് നടത്തുന്ന പരിശോധനയിൽ ഈ അരളിപ്പൂ കഴിച്ചതിനെ തുടർന്നാണ് മരണം ഉണ്ടായതെന്ന് കണ്ടെത്തുകയും ചെയ്തു. എന്തായാലും ഈ രണ്ട് സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വളരെ വിപുലമായ പരിശോധനകൾ നടത്തുകയും ഇത്തരത്തിലൊരു കൃത്യമായ തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡുകൾ എത്തുകയും ചെയ്തിരിക്കുന്നത്. തീർച്ചയായും. എം.എസ്. അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അരളിപ്പൂവ് നിരോധിച്ച് മലബാർ ദേവസ്വം ബോർഡ് ഔദ്യോഗികമായ ഉത്തരവ് ഇന്ന് ഇറക്കുമെന്നുള്ളതാണ് വാർത്ത. എന്തായാലും ക്ഷേത്രങ്ങളിലെ ഒരു പൂജയ്ക്കെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട പൂവായിരുന്നു അരളിപ്പൂവ്. എന്തായാലും അത് ഔദ്യോഗികമായി വിലക്കുക എന്നുള്ളതല്ല, പ്രസാദത്തിൽ അടക്കം നൽകി ഭക്തരുടെ കൈകളിലേക്ക് എത്തുന്നത് തടയുക എന്നുള്ളതാണ് ലക്ഷ്യം. പകരം ഇത്തരത്തിൽ പ്രസാദത്തിലും നിവേദ്യത്തിലുമൊക്കെ പിച്ചിയും തുളസിയും ഒക്കെ ഉപയോഗിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ദേവസ്വം ബോർഡ് എത്തിയിട്ടുള്ളത്. ഇനി മറ്റൊരു